സ്കൂളും പോവില്ല അങ്ങനെ രക്കിക്ക് പറഞ്ഞാ കൂട്ടാക്കൂല അങ്ങനെ ഒരു മടിച്ച് ഇപ്പൊ ഞാൻ കണ്ട് പഠിക്കുക ഇപ്പൊ സ്കൂള് വന്നേക്ക് ഉറക്കത്തിൽ പെട്ടാ ഇപ്പാടെ കാറ് നിക്കണു. ആ ഇന്നിപ്പോ അവിടെ പോയി ഇന്നിപ്പോ ഈ ഭാഗത്ത് ഒരാളെയും കാണാനില്ലല്ലോ. എന്തായാലും കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ. സുലൈമാനിക്കാ ഇവിടെ വരി. ഇതിന്റെ മകന്റെ വണ്ടിയാണല്ലോ ഇപ്പൊ എവിടെ പോയി? സുലൈമാനിക്കാ ആ ഞാൻ ഇവിടെ വന്നു. വണ്ടി കാണാണ്ട് ആളെ കാണാൻ. എവിടെ പോയണോ? അല്ല സുലൈമാനിക്കാ കുട്ടികളായിട്ട് എവിടുന്നാ? ഇപ്പൊ സ്കൂളിൽ പോയിണ്ടായിരുന്നേ ഇവിടെ കൊണ്ടുവരാൻ പോയതാ. ഇവളാടിന്ന് പോയിട്ടില്ല മടിച്ചാണേ. ഉറക്കാൻ പറഞ്ഞ ഭയങ്കര ഉറക്ക ഒന്നും പറയണ്ട. അല്ല സുലൈമാനിക്കാ മഴയൊക്കെ വരുന്നുണ്ട്. ഭയങ്കര മഴ കൊണ്ട് എന്താ ചെയ്യാ? അല്ല സുലൈമാനിക്കാ എന്റെ സ്വഭാവത്തിൽ വല്ല മാറ്റമുണ്ടോ? ഒരു മാറ്റൂല. ആ പഴയ സ്വഭാവം എന്താ ചെക്കന് പറ്റാറില്ല. എന്നെ കണ്ണിഷ്ടി കണ്ടൂടെ. ആ പഴയ മാതിരി തന്നെ. ആസ്പത്രിയിലൊന്നും കൊണ്ടുപോയില്ലേ? ആര് കൊണ്ടുപോവാനാ? എന്നെ വണ്ടി കയറ്റാൻ ഇഷ്ടല്ല. വണ്ടി എന്റെ പേരില്ല. സുലൈമാനിക്കാ തോന്നതേ മറ്റേ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പോയി ഇതൊന്നും മുണ്ടാണ്ടായിരുന്ന ആ പരിപാടിയൊന്നും നമുക്ക് ശരിയാവില്ല. എന്തായാലും കണ്ടെങ്കിൽ അള്ളാഹിനോട് പറയാ. അല്ലാണ്ട് നമ്മളിപ്പോ അതിന്റെ പിന്നാലെ ഇതിന്റെ പിന്നാലെ പോയാലേ അന്ന് നടക്കണ കേസല്ല. അന്ന് നമുക്ക് പറ്റിയതല്ല. ആ വരുന്ന ചെക്കട്ടോ ഞാനേ പോവാ. ഇനി ഇതിന്റെ ബാക്കി ചെക്കൻ എന്നെ കണ്ടാലേ പിന്നെ അതിനേക്കാൾ വലിയ പുലുവാല. ഓൻ വരുന്നുണ്ട്. ഓൻ വരുമ്പോഴേ ഞാൻ ഇവിടുന്ന് പോവാന്നല്ലേ. അല്ല സുൽത്താനെ വണ്ടി ഇപ്പോഴും വാപ്പാടെ പേര് തന്നെ? അത് മാറ്റിയില്ല. അത് ആധാർ കാർഡിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ തന്നിട്ട് പേപ്പർ വരികയാണെങ്കിൽ ഇവരെ പേരിൽ വന്നോട്ടെ കൊണ്ടോണല്ലേ. നമുക്ക് കുറച്ചേരം കൂടി ഇരിക്കാം. മഴ പെയ്ത ആകെ വെള്ളയിലുള്ള ഇവിടെ നിക്ക മഴ തോരി നോക്ക. നല്ല കാലാവസ്ഥ. നല്ല കാലാവസ്ഥ. മഴ ഒന്ന് പെയ്തു തോന്നുന്നുണ്ടല്ലേ? ആ വരുന്നത് പാപ്പേ എന്ത് വരെ വരുന്നത് വരുന്നേ കാണാല്ലേ? എന്താണ് നിങ്ങൾ പന്ത് ചെമ്മരം മേടിച്ച പോലെ വരുന്നേ? ഇത് നോക്കിയത് ഒരു മെസ്സേജ് കണ്ടാ? ഇന്ത്യ ചെക്കന്റെ ഫോട്ടോ കണ്ടായി. ആ എന്തായി? അതെ ഈ ഫോട്ടോ എങ്ങനെ വന്ന്? ഇന്ത്യ ചെക്കന്റെ ഫോട്ടോത്തിൽ വന്നിട്ടില്ലേ? ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുത്തിട്ടില്ലേ? പിന്നെ എങ്ങനെ ഇതിൽ വരുന്നേ? ഇത് എന്താ അറിയോ? അതെ ഇത് RT ഓഫീസിൽ നിന്ന് വന്നതാണേ. അപ്പൊ നമ്മുടെ ഫോട്ടോ എന്തിനാ എടുക്കണേ? അല്ലേ നിങ്ങളും മാനും കൂടിയിട്ട് കാറിലെങ്ങാനും പോയോ? ആടാ ഒരാഴ്ചക്ക് സുഖമില്ലാണ്ടേ നിർത്തില്ലാണ്ട ഒന്നെ കൊണ്ടുപോയതാ ആസ്പത്രിക്ക്. അതിന് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടാത്തതിനുള്ള ഫൈൻ വന്നിട്ടോനെ. അല്ല ജിന്റെ മകനെ കണ്ടാ? ആ ആൽത്തറ മോള് നിങ്ങളുടെ മകനും കൂട്ടുകാരും അസിയും കൂടി ഇരിക്കുന്നുണ്ട്. വേഗം കൊണ്ടേ കാട്ടി കൊടുത്തോളൂ. അവിടെ പൊട്ടട്ടാ. പിന്നെ വേറൊരു വണ്ടി ചെറുവണ്ടി ഒന്നും എടുക്കണം. ചെറുവണ്ടി സിംഗിൾ യൂസിനൊക്കെ വലിയ വണ്ടിയല്ലേ? ഭാര്യയുടെ എവിടേക്കൊക്കെ പോകാനൊക്കെ പറ്റുള്ളൂ. നമ്മുടെ അത്യാവശ്യം ചെറുവണ്ടി ഒന്ന് മാറ്റണം. അന്റെ വാപ്പല ഓടി വരുന്നു. എന്താ എന്താണ്? ഇതെന്തത്? ഇതെന്താ ഫോട്ടോ? ഫോട്ടോ നോക്കിയാ ബെൽറ്റ് ഇടാത്തതിനെന്തോ ശരി യാത്ര ചെയ്തി നിങ്ങള്? പൊന്നാരസിയെ അതൊന്നും പറയണ്ട. ഈ പണ്ടാറ തന്തനായിട്ട് ഞാൻ അന്ന് വെയ്യാണ്ട് ആസ്പത്രി പോയതാ. ഞാൻ കാറിൽ കയറ്റില്ല. എന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞ എമ്മത്ത് കൂട്ടാക്കില്ല. അപ്പൊ അതിനിട്ടുണ്ടാവും. ക്യാമറ ഉണ്ടല്ലോ എല്ലായിടത്തും. ക്യാമറ ഉണ്ടല്ലോ ഇപ്പൊ. അതെ അടക്കാൻ പറ്റില്ല. ഫൈൻ കേട്ടോ. ഫൈൻ അടച്ചോളും പോയി. ഞാൻ കൂടി പറഞ്ഞിട്ടുണ്ട് വണ്ടി കയറുമ്പോ സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞു. ഇങ്ങനൊക്കെ പറയണ്. നോക്കിയോ വല്ലാത്തൊരു ഫോട്ടോ സൈതാ വന്നിക്കണത്. ഫൈൻ അടച്ചോളി. ഒരു രക്ഷയില്ല. ഫൈൻ അടച്ചു. ഇക്ക് അടക്കാൻ പറ്റില്ല പാപ്പ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കാറിൽ കയറ്റില്ല. അന്ന് വയ്യാണ്ടായപ്പോ ഞാൻ കയറ്റിയതാ. ഞാൻ ഇപ്പൊ വെക്കണ കാലത്തൊക്കെ ഞാൻ ചെയ്തിരുന്നില്ല. എനിക്ക് എന്താ ഇങ്ങനൊക്കെ സംസാരിക്കണേ? ഫൈൻ അടച്ചോളി. അതായത് നിങ്ങളുടെ പേരിലല്ലേ വണ്ടി നിങ്ങളുടെ പേരിലല്ലേ? നിങ്ങളുടെ പേരിൽ വന്നോണ്ടാണ് നിങ്ങളുടെ ഫോണിക്ക് മെസ്സേജ് വന്നത്. ഫൈൻ അടച്ചോളി. വേറെ മാർഗമൊന്നുമില്ല. ഒരു രക്ഷയില്ല. ഫൈൻ അടച്ചോളി. ഓ എന്റെ മാനെ സുബേറെ ഈ ഫൈന് പാപ്പ അടച്ചോളാം. എന്റെ കുട്ടി ബേജാറാവണ്ട. മാനെ
ഇനി ഞാനും കൂടിയിട്ടേ ഒറ്റയ്ക്ക് ഒരു ഫോട്ടോ ചെയ്യല്ലോ. ആർട്ടി ചെയ്തേ വളരെ ഉപകാരമായി. അൽഹംദുലില്ലാ.